നമ്മൾ ഇന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സും പിടിച്ച് മലാക്ക സിറ്റിയിലോട്ട് പോവാണ്. ഇവിടെ നിന്ന് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും എടുത്താലാണ് ഈ പറയുന്ന മലാക്കയിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബസ്സിൽ കയറി അപ്പം തന്നെ എല്ലാവരും ഒരു ഉറക്കങ്ങൾ പാസ്സാക്കി. ഇവിടുന്ന് ബസ് ഇറങ്ങി വീണ്ടും കുറച്ചൊരു ഉള്ളിലോട്ട് പോകാനുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ അവിടുന്ന് പുറപ്പെട്ട നമ്മൾ ഏതാണ്ട് ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴാണ് മലാക്കയിൽ എത്തിയത്. നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ നിറച്ചും ബിൽഡിങ്സും വണ്ടികളും ഒക്കെ ആയിട്ട് നല്ല തിരക്ക് പിടിച്ച് സെറ്റ് ചെയ്യാം. അത് വിട്ട് ഇവിടെ വന്നപ്പോഴോ നമ്മളൊരു ഗ്രാമത്തിൽ വന്ന ഫീലായിരുന്നു. ഇവിടെ വണ്ടിയും ബഹളമൊന്നും അധികം കാണാനില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പഴയ ഒരു ചർച്ചാണ്, പുതിയ ചർച്ചാണ് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ പോണ വഴി ഇവിടെ ഒരാളിരുന്നോട്ട് പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആള് ചെയ്ത പെയിന്റിങ്സ് ആണെന്ന് തോന്നുന്നു ഇവിടേക്ക് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. പണ്ട് മഴവിൽ മനോരമയിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ, മേഡ് ഫോർ ഈച്ച് അതർ, അതിന്റെ കുറെ ഭാഗം മലേഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. അന്ന് അതിൽ കണ്ടസ്റ്റൻസ് ഒക്കെ ചെയ്തൊരു ടാസ്കിൽ ഈ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. മലാക്കയിൽ വന്നിട്ട് ഒരു ബോട്ട് റൈഡൊക്കെ പോയില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. കുറച്ച് മഴക്കാറുള്ള ദിവസമാണ്, അതുകൊണ്ട് കത്തി നിൽക്കണ സൂര്യനൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ആശ്വാസമായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മിണ്ടിയും പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ സ്ഥലം എത്തി. അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ ഒരു ചൈനീസ് ഏരിയയിലാണ് എത്തിയിട്ടുള്ളത്. വിശപ്പിന്റെ വിളി ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് ഇവിടെ നിന്ന് വല്ലതും അകത്താക്കാന്ന് വെച്ചിട്ട് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വേഗം പോയി ഇരുന്നു. അവിടെ നിന്ന് ഒരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസും കഴിച്ചു, പിന്നെ ഒരു നൂഡിൽസും കൂടി കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ചൂടോട് കൂടി കിട്ടിയോണ്ട് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് എനർജി ഒക്കെ സംഭരിച്ച് ഞങ്ങൾ ഈ പടികളൊക്കെ ചാടി ഓടി കയറാനായിട്ട് നോക്കുകയാണ്. ഇതിപ്പോൾ കുറച്ച് നേരമായി നമ്മൾ ഈ കയറാൻ തുടങ്ങിയിട്ട്. ഇനി കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ടാവാം അല്ലേ. അങ്ങനെ അവസാനം ഇവിടെ എത്തിക്കിട്ടി. ഇനി കുറച്ചു നേരം ഇരുന്നും കറന്ന് റെസ്റ്റ് എടുത്തിട്ടാവാം ബാക്കി. 41 ലെവലുള്ള ഷോർ സ്കൈ ടവറിന്റെ റൂഫ് ടോപ്പിലാണ് നമ്മളിപ്പോൾ കാറ്റും കൊണ്ട് ഇരിക്കുന്നത്. ഇനി കയറി അത്രയും തന്നെ ലിഫ്റ്റ് പിടിച്ച് താഴെ ഇറങ്ങണം. അങ്ങനെ വേഗം വെച്ച് പിടിച്ചു ബസ് സ്റ്റാൻഡിലേക്ക്. ലാസ്റ്റ് ബസ് പോയോ ആവോ. ഏതാണ്ട് 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഡിന്നറായിട്ട് അകത്താക്കിയതും. അങ്ങനെ നേരെ പോയി കിടന്നുറങ്ങി.